നമസ്കാരം. പോളിടെക്നിക് ലെക്ചറിൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലെസൺ 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ലെസൺ 1 നമ്മൾ ബേസിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. EMF ഇക്വേഷൻസ് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പാരലൽ സീരീസ് കോമ്പിനേഷൻ, റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻസ് ഇതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പ്ലസ് കിർച്ചോഫ് വോൾട്ടേജ് ലോ, കറണ്ട് ലോ, ഇതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. ഇതിനകത്ത് ഈ പാർട്ടിൽ നിന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്? ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ ഈസ് ഗവേൺഡ് ബൈ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. അപ്പോൾ ഇതൊരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ മാറുന്നു, അതാണ് ഇവിടെ പറയുന്നത്. ഈസ് കോൾഡ് ദി ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് ദി മെറ്റീരിയൽ. ഇതിനെയാണ്, ആ ഒരു മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുക, ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് നമ്മൾ പറയുക. അതായത് ഹൗ ദിസ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ വേരീസ് വിത്ത് ദി ടെമ്പറേച്ചർ ചേഞ്ചസ് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഹൗ വി ക്യാൻ ഡിഫൈൻ ദിസ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? അപ്പോൾ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് per degree Celsius expressed as a fraction of resistance at base temperature. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൽഫ ഈസിക്കൽ ടു RT മൈനസ് R0. അപ്പോൾ ഇനിഷ്യലി അത് 0 ഡിഗ്രിയിൽ നിന്നും എങ്ങോട്ടേക്ക് മാറുന്നു? T ഡിഗ്രിയിലേക്ക് മാറുന്നു. അപ്പോൾ T ഡിഗ്രിയിലേക്ക് മാറുമ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെ മാറുക? R0 ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് RT ആയിട്ട് ചേഞ്ച് ആവും. അത് ഇതിൻ്റെ ഡിഫറൻസ്, അതാണ് RT മൈനസ് R0 എന്ന് നമ്മൾ പറയുന്നത്. സോ RT മൈനസ് R0 ഡിവൈഡ് ബൈ ഇതിൻ്റെ ബേസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് R0 ആണ്, RT ആണ്. RT ഇൻറ്റു T ആണ് എന്തെന്ന് പറയാം, ആൽഫ എന്ന് പറയുക. അപ്പോൾ ഇതിന് ഈ ആൽഫാനെയാണ് നമ്മൾ എന്താ പറയുക, ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇത് വെച്ചുള്ള സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എപ്പോഴും നമ്മൾ തിയറി പഠിക്കണം, തിയറി പ്ലസ് പ്രോബ്ലം, ആ രീതിയിൽ പഠിച്ചു പോവുക. ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസ്ഫുൾ ആക്കിക്കൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുക എന്നുള്ളതും കൂടെ നമ്മൾ ഡിഫറെൻറ്റ് കേസ് സ്റ്റഡീസ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് ടെമ്പറേച്ചർ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഹൗ ദിസ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ വേരീസ് വിത്ത് ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആൽഫ ഈസിക്കൽ ടു RT മൈനസ് R0, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ RT ഇൻറ്റു T. RT ഇൻറ്റു T എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് റെസിസ്റ്റൻസ് ഇൻറ്റു ടെമ്പറേച്ചർ. അടുത്തത് ഐഡിയൽ ആൻഡ് റിയൽ കറണ്ട് സോഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ്, നേരത്തെ വോൾട്ടേജ് സോഴ്സ് പറഞ്ഞ പോലെ കറണ്ട് സോഴ്സ് എന്താണ്? അപ്പോൾ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഐഡിയൽ സോഴ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ഡെലിവേഴ്സ് എ കോൺസ്റ്റൻറ്റ് കറണ്ട് നോ മാറ്റർ വാട്ട് ദ ടെർമിനൽ വോൾട്ടേജ് ചേഞ്ചസ്. അപ്പോൾ ടെർമിനൽ വോൾട്ടേജിനെ ഒന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ടെർമിനൽ വോൾട്ടേജ് മാറുന്നതെന്ന് നോക്കാണ്ട് തന്നെ കറണ്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. ഇതൊരു ഐഡിയൽ സിറ്റുവേഷനാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐഡിയൽ കറണ്ട് സോഴ്സ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനൊരു പ്രോപ്പർട്ടി എന്താണ്? ഐഡിയൽ കറണ്ട് സോഴ്സ് ഹാസ് ഇൻഫൈനൈറ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0 ആണ്. ഐഡിയൽ കറണ്ട് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആണ്. അപ്പം ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതൊരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. ഐഡിയൽ കറണ്ട് സോഴ്സ് ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ വോൾട്ടേജ് ചേഞ്ച് ആവുന്നുണ്ട്, ബട്ട് കറണ്ട് ഈസ് സെയിം, കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം വോൾട്ടേജ് എങ്ങനെയൊക്കെ മാറിയാലും കറണ്ട് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുക. ഇവിടെ നമ്മൾ റിയൽ സോഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പം വോൾട്ടേജ് സോഴ്സിൽ, റിയൽ വോൾട്ടേജ് സോഴ്സിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. റിയൽ കറണ്ട് സോഴ്സിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻസ് ഒക്കെ നമ്മൾ പിന്നീട് നെറ്റ്വർക്ക് തിയറത്തിൽ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തൊരു മെയിൻ ടോപ്പിക്സ് ആണ് കിർച്ചോഫ്സ് ലോസ്. ഇപ്പോൾ കിർച്ചോഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? കിർച്ചോഫ് ലോ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നെറ്റ്വർക്ക്സ്, കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്സിനെയൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോയാണ് കിർച്ചോഫ് ലോ. ഇവിടെ 2 ടൈപ്പ് ലോസാണ് മെയിനായിട്ട് വരിക. ഒന്നെന്ന് പറയുന്നത് കിർച്ചോഫ് കറണ്ട് ലോ, അതിനെ KCL എന്നും, കിർച്ചോഫ് വോൾട്ടേജ് ലോ, അതിനെ KVL എന്നും പറയും. അപ്പോൾ ഇത് ഓരോന്നും എന്താണ്, അതിൻ്റെ ആ തിയറം വെച്ചിട്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ എന്താ?
അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ദ ഓൾജിബ്രൈക് സം ഓഫ് ദി കറൻറ്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് 0. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വയ്ക്കുക, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ദ ഓൾജിബ്രൈക് സം ഓഫ് ദി കറൻറ്റ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ കുറേയധികം ബ്രാഞ്ചസ് ഉണ്ടാവും. ഈ ബ്രാഞ്ചസിനകത്ത് കൂടെ എല്ലാം കറണ്ട് ഫ്ലോ ചെയ്യും. അവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും. എന്നാലേ അതിൻ്റെ സമ്മ് 0 വരികയുള്ളൂ. വരുന്ന കറണ്ടിനെ പോസിറ്റീവായിട്ടും പോകുന്ന കറണ്ടിനെ നെഗറ്റീവായിട്ടും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സം വിൽ ബി 0. അപ്പോൾ ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ദിസ് ഈസ് ദ ജംഗ്ഷൻ ആൻഡ് ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ട് I1 ആൻഡ് I2, ഔട്ട് ഗോയിങ് കറണ്ട് I3. സോ I1 വരുന്ന കറണ്ടിനെല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ എടുത്തു, I1 പ്ലസ് I2 പോകുന്ന കറണ്ടിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആസ് പെർ ദിസ് തിയറം I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു I3. I1 plus I2 equal to I3. That is, the sum of the incoming current is equal to sum of the outgoing currents. Clear? അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. The algebraic sum of the current meeting at a junction is equal to 0 in Kirchhoff current law. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഓർത്ത് വയ്ക്കുക. Kirchhoff current lawയിൽ വേറെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. This law is in accordance with the law of conservation of ചാർജ്. അപ്പം ദിസ് കിർച്ചോഫ് കറണ്ട് ലോ റിസംബിൾസ് വിത്ത് അല്ലെങ്കിൽ എന്താണ് ഇൻ അക്കോർഡൻസ് വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ ചാർജ് എന്നുള്ള ആ ടൈം ഓർത്ത് വയ്ക്കുക. കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ചാർജിൻ്റെ മൂവ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വയ്ക്കുക ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ റൈറ്റ്ലി കോൾഡ് ആസ് ജംഗ്ഷൻ റൂൾ. ഇതിനെ തന്നെ നമ്മൾ എന്താണെന്നും പറയും? ജംഗ്ഷൻ റൂൾ എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പം ഇത്രയാണ് കിർച്ചോഫ് കറണ്ട് ലോയുടെ മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ KVL എന്ന് പറയും. എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഇൻ എനി ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് ഓർ മെഷ് the algebraic sum of all electromotive forces EMF and voltage drops in resistance is equal to 0. അപ്പോൾ ഇവിടുത്തെ സോഴ്സും റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ഡ്രോപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു ലൂപ്പ് എന്ന് നമുക്ക് പറയാം. ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് VS ആണ്. ആൻഡ് ഈ ഒരു സോഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഇതുവഴി എന്ത് പോവും? കറണ്ട് ഫ്ലോ ചെയ്യുമല്ലോ. അപ്പോൾ ഈ കറണ്ട് വഴി R1 ഉണ്ടാവുന്ന ഡ്രോപ്പാണ് IR1 എന്ന് പറയുന്നത്. IR2 ഉണ്ടാവുന്ന ഡ്രോപ്പാണ് IR2 എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആസ് പെർ ദിസ് വോൾട്ടേജ് ലോ VS പ്ലസ് IR1 പ്ലസ് IR2 ഈക്വൽ ടു 0. അതായത് സോഴ്സ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഡ്രോപ്പ്. ഇത്രയാണ്. അപ്പോൾ സോഴ്സ് വോൾട്ടേജ് നമ്മൾ പോസിറ്റീവായിട്ടും ഡ്രോപ്പിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ടും എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ 0 ആയിട്ട് വരും. So, algebraic sum of the EMF plus algebraic sum of the voltage drop equal to 0. അപ്പോൾ അവിടുത്തെ ആ സോഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇക്വലൻറ്റ് ടു ഡ്രോപ്പിന് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എല്ലാം തന്നെ ഡ്രോപ്പായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ KVL എന്ന് നമ്മൾ പറയുക. ഇവിടെ നമ്മൾ പറഞ്ഞു KCL പറഞ്ഞ പോലെ തന്നെ എന്താണ്? ദിസ് കിർച്ചോഫ് വോൾട്ടേജ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് പ്രൊപ്പോർഷണലായിട്ട് പറയാം? വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എനർജി ആയിട്ട് നമുക്ക് പറയാം. മറ്റേ അവിടെ എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? KCL കറണ്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ചാർജ് ആയിട്ട് പറഞ്ഞു. അതായത് ദിസ് കിർച്ചോഫ് വോൾട്ടേജ് ലോ ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലൂപ്പ് റൂൾ. അപ്പോൾ അവിടെ ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞ പോലെ തന്നെ KVL ഇതിന് മറ്റൊരു പേരാണെന്ത്? ലൂപ്പ് റൂൾ എന്ന് നമ്മൾ പറയുക.